ഒന്നിലധികം തലമുറയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ അഭിനേതാക്കളെ വച്ച് സിനിമയെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച സംവിധായകനാണ് മണി. തന്റെ സിനിമകളിൽ മികച്ച അഭിനേതാക്കളെ തന്നെ കഥാപാത്രങ്ങളാക്കി പ്രേക്ഷക പ്രീതി നേടിയ മണിയുടെ ചലച്ചിത്രങ്ങളിൽ ശക്തി സൗഭാഗ്യങ്ങളായി അണിനിരുന്നത് മലയാളത്തിന്റെ അഭിമാന താരങ്ങളായിരുന്നു. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് സത്യം മാസ്റ്റർ, പിന്നെ നസീർ സാർ, അവരെല്ലാം പിന്നെ തെക്കുറിശി, കൊട്ടാരക്കര, അങ്ങനെയുള്ള സകലവരും എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ താരമില്ല. മാസ്റ്റർ എടുത്തെല്ലാം ചെയ്ത് നമ്മൾ അഭിനയം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ആ സീനിൻ്റെ മൂഡും ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരങ്ങ് സുഖമായിട്ട് ചെയ്തുകൊണ്ട് പോകും. നമ്മളെ കോൺട്രിബ്യൂഷൻ സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുക, സബ്ജക്റ്റിന് വേണ്ടിയുള്ള അവരെ ആ ലൈനിലേക്ക് ഇറക്കി വിടുക. പിന്നെ അവരത് അഭിനയിച്ച് നല്ലവണ്ണമാക്കി തരും, നല്ല രീതിയിൽ തരും അഭിനയിക്കും. അത് മരിച്ച ബാലകൻ നായർ ഒരു നാടകീയ മുഹൂർത്തത്തിന് നമുക്ക് 9 രസങ്ങളുണ്ടെന്ന് പറയും, അതായത് നവരസങ്ങൾ. ബാലകൻ നായരെ വിളിച്ചിട്ട് നമ്മളൊരു ക്ലോസപ്പോ അല്ലെങ്കിൽ ഒരു ഷോട്ട് വെച്ചിട്ട് ഒരു റിയാക്ഷൻ കാണിക്കാൻ പറഞ്ഞാൽ ഈ 9 കാണിച്ച് പിന്നെ വേണമെങ്കിൽ ഒരു 1-2 ഹിസ്റ്ററിയും കാണിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നവരസം എന്ന് പറഞ്ഞാൽ 9 ആണെങ്കിൽ നിർത്തിയത് അത് 10-12 ആകുകയെന്ന് വെച്ചാൽ അത്രത്തോളം എക്സ്പീരിയൻസ് ആണ് അതിന്. ആ കാലഘട്ടമെല്ലാം നല്ല കാലഘട്ടങ്ങൾ. തിയേറ്ററിൽ നിന്നൊരു ഇൻ്റർവെൽ കഴിഞ്ഞ് പോകുമ്പോഴേ ആ പടത്തിനെ പറ്റിയൊരു ഇമ്പ്രഷൻ നമ്മൾ കൊടുത്തു വിടണം. ഓപ്പണിങ്ങിന് ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരിക്കണം, എങ്കിലേ ഇനി ഇരുന്ന് കാണുള്ളൂ. ഇതുപോലെ ഇൻ്റർവെൽ ഇറങ്ങി പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് പോകുമ്പോൾ അതിന് മുമ്പുള്ള ഘടകങ്ങൾ നമ്മൾ അതിനകത്ത് കയറ്റി കൊടുക്കണം. പിന്നെ പടം തീരും, പടത്തിൻ്റെതായ ക്ലൈമാക്സ് വരും, അതിൽ ഈ പ്രേക്ഷകൻ്റെ സകല ആവശ്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കണം. എങ്കിൽ തൃപ്തിയായിട്ട് ഇറങ്ങി പോകുമ്പോൾ കൊള്ളാടേ എന്ന് പറഞ്ഞിട്ട് പോവുകയും ഇല്ലെങ്കിൽ തല്ലിപ്പൊളി എന്ന് പറയും. സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസർ സിനിമയെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ പടം എടുക്കാൻ വന്ന കാര്യം നടക്കില്ല. എല്ലാ കാര്യങ്ങളിലും പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഡയറക്ടർ വരെയുള്ള വിവരങ്ങളെപ്പറ്റി ആ മനുഷ്യന് അറിവുണ്ടെങ്കിൽ സക്സസ് ആവും. എന്നെ വെച്ചെടുത്ത ഒരു പ്രൊഡ്യൂസറും രണ്ടാമത് പടം എടുക്കാതിരുന്നിട്ടില്ല. അങ്ങനെ അവർ 2 പടങ്ങൾ 3 പടങ്ങൾ എടുത്ത പ്രൊഡ്യൂസറും വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ടും മെച്ചമുണ്ടെന്നുള്ള ഷുവറാണ്. എൻ്റെ അവസാനത്തുള്ള പടങ്ങളെല്ലാം ഔട്ട്റേറ്റ് ആയിരുന്നു കൊടുക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഡിസ്ട്രിബ്യൂട്ടർ വരും ഇത്ര രൂപ, ആ രൂപയ്ക്ക് സമ്മതിക്കാൻ കൊടുക്കും. അപ്പം പ്രൊഡ്യൂസർക്ക് നെറ്റ് പ്രോഫിറ്റ് ഇത്ര ഉണ്ടായിരിക്കും. ഔട്ട്സൈഡ് കേരള, ദുബായ്, ഇതെല്ലാം പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെയായാലും ഒരു എമൗണ്ട് കിട്ടും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണതിന് ഒരു പ്രോഫിറ്റ് ആകുമ്പോൾ അവരും തൃപ്തിയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ അഭിമാന നക്ഷത്രത്തെക്കുറിച്ച് ഈ ഗുരുവിന് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ജോഷിക്ക് ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ജോഷി നിറഞ്ഞില്ല എന്നൊരു വിശ്വാസം വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പടം എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പടം മെല്ലാൻഡ് ജോഷി വർക്ക് ചെയ്തു. ജോഷിക്ക് എൻ്റെ കഴിവെന്ന് വെച്ചാൽ എൻ്റെ ഷാഡോ ആയിട്ടാണ് ഒരു 6-7 വർഷം ഈച്ചൻ്റെ. അപ്പം ജോഷി പഠിക്കാൻ വന്ന ആദ്യമായിട്ട് ഞാൻ താമസിക്കുന്ന മാമ്പലത്ത് വന്ന് ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നല്ല വശങ്ങൾ മാത്രം കണ്ടു പഠിക്കുക, എൻ്റെ ചീത്ത വശങ്ങളിലേക്ക് വരരുത്. അത് ഇന്ന് വരെ ആ കുഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. മെയിനായിട്ട് മദ്യപിക്കാൻ പാടില്ല, ജോഷി മദ്യപിക്കില്ല. ആ കാര്യത്തിൽ കൃത്യമായിട്ട് ജോഷി എനിക്ക് എവിടെയും കൊണ്ടുപോകാം. അങ്ങനെയുള്ള ശിഷ്യന്മാരെ അപൂർവമേ കിട്ടുകയുള്ളൂ. അതുപോലെ ജോഷിക്കും ഗുരുസ്ഥാനം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും പറയില്ല.
ഒരു മകനും മകളുമാണ് ഇദ്ദേഹത്തിനുള്ളത്. മകൻ അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിൽ സജീവമാണിപ്പോൾ. വിവാഹിതയാണ് മകൾ. മരുമകനും പേരക്കുട്ടിയുമൊക്കെയായി കുടുംബത്ത് എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഈ കാരണവർ എപ്പോഴത്തെക്കാളും സന്തോഷവാനാണ്. എൻ്റെ മകനെ ഇപ്പോൾ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ വർക്ക് ചെയ്യണം VS കൃഷ്ണകുമാർ. തുടക്കം എൻ്റെ ശിഷ്യൻ്റെ ജോഷിയിലൂടെ ആയിരുന്നു. ഇപ്പോൾ പല ഡയറക്ടറുടെ വർക്ക് ചെയ്യുന്നു. താമസിയാതെ ഇൻഡിപെൻഡൻ്റ് ആകും. മകള് വിവാഹം ചെയ്തു, ഒരു കുഞ്ഞുണ്ട്, ഇപ്പം എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് ഞാൻ കഴിയുകയാണ്. സിനിമയുടെ വെള്ളി വെളിച്ചം വിട്ടകന്ന് ഇന്നലെയുടെ താരം ഓർമ്മകളെ താലോലിച്ച് ഇവിടെ ജീവിക്കുന്നു. പ്രായാധിക്യം കൊണ്ടോ സിനിമയ്ക്ക് ആവശ്യമില്ലാഞ്ഞിട്ടോ അല്ല ഇദ്ദേഹം സംവിധായക കുപ്പായം അഴിച്ചുവച്ചത്. സിനിമാ ലോകവും പ്രേക്ഷക സമൂഹവും തന്നെ ഓർമ്മിക്കാൻ വേണ്ടത്ര ചെയ്തു എന്ന സംതൃപ്തിയോടെയാണ് വിരമിക്കൽ. വിശ്രമകാലം ആസ്വദിക്കുന്നതും അതേ മനസ്സംതൃപ്തിയോട് തന്നെ. ഇപ്പോൾ പടം എടുക്കാൻ നമ്മളെ കാലഘട്ടത്തിൻ്റെ ഇതല്ല, നമ്മളതിന് സാധിക്കില്ല. റെസ്റ്റ് വേണമല്ലോ ലൈഫിൽ. ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാൻ പോയാൽ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കില്ല. എല്ലാവരും ആഹാരം കഴിച്ച തൃപ്തിയായിരിക്കും, ഞാൻ കഴിക്കില്ല. പിന്നെ രാത്രി എപ്പോഴെങ്കിലും ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നാലേ കുളിച്ച് ആഹാരം കഴിക്കും. ഇനിയിപ്പോൾ അതിനെല്ലാം റെസ്റ്റ് വേണമെന്ന് വെച്ചാണ് ഞാൻ മതിയാക്കിയത്. പിന്നെ ഇതെല്ലാം ആണെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ കാര്യം പ്രോബ്ലമാണ്. നമുക്ക് പോയി കണ്ട കാശിട്ട് വാങ്ങിക്കാം, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.